കോട്ടയം പാലായിൽ വാഹനമിടിച്ചു നിർത്താതെ പോയ സംഭവത്തിൽ ആൾമാറാട്ടം നടത്തി പ്രതി. വാഹനമോടിച്ചയാളെന്ന് കാട്ടി പാലാ സ്വദേശി ജോർജ് ആനിത്തോട്ടം സ്റ്റേഷനിലെത്തിച്ചത് ഭരണാങ്ങാനം സ്വദേശിയായിട്ടുള്ള മനുവിനെയാണ്. യഥാർത്ഥ പ്രതി ഇപ്പോഴും ഒളിവിലാണ്. ഷിനോജ് തുടരുന്നുണ്ട്. ഷിനോജ്, എന്താണ് ഈ കേസിനാസ്പദമായ സംഭവം? പോലീസിന്റെ അന്വേഷണം ഏത് നിലയിലാണ് മുന്നോട്ട് പോകുന്നത്? അനുശ്വര, കഴിഞ്ഞ 5-ാം തീയതിയാണ് ഈ കേസിനാസ്പദമായ രീതിയിലുള്ള സംഭവം നടക്കുന്നത്. നിർത്താതെ വരുന്ന ആ കാറ് പാലാ നഗരത്തിന് സമീപത്ത് തന്നെയുള്ള നിയന്ത്രണം വളരെ വേഗതയിലാണ് ഈ കാറ് വരുന്നത്. പാലാ നഗരത്തിന് സമീപത്ത് വെച്ച് ആദ്യം ഒരു ഓട്ടോറിക്ഷയിൽ ഇടിക്കുന്നു, അതിനുശേഷം ഒരു സ്കൂട്ടറിൽ ഇടിക്കുന്നു. ഈ ഓട്ടോറിക്ഷയിൽ ഇടിക്കുന്ന സമയത്ത് ഈ ഓട്ടോറിക്ഷയ്ക്ക് അകത്തുണ്ടായിരുന്ന സ്ത്രീ അവർ തെറിച്ചു വീഴുന്നു. തുടർന്ന് ഈ ഓട്ടോറിക്ഷ തന്നെ മറിഞ്ഞ് ഈ സ്ത്രീയുടെ പുറത്തേക്ക് വീഴുകയായിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ആ ദിവസങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതാണ്. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ആൾമാറാട്ടം ഉൾപ്പെടെയുള്ളവ ഈ നടക്കുന്നത്. ഈ പ്രതി, വാഹനം ഓടിച്ച പ്രതി, ആൾമാറാട്ടം നടത്തി മറ്റൊരു ഡമ്മി പ്രതിയെയാണ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുന്നത്. അതായത് താനാണ് വാഹനം ഓടിച്ചതെന്ന തരത്തിലുള്ള ഇത്തരത്തിൽ ഡമ്മി പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുന്നത്. പോലീസ് ആദ്യഘട്ടത്തിൽ ഇത് തന്നെ വിശ്വസിച്ചു. പക്ഷെ തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് ഇത് ഡമ്മി പ്രതിയാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഭരണങ്ങാനം സ്വദേശിയായിട്ടുള്ള മനു എന്ന വ്യക്തിയാണ് ഈ വാഹനം ഓടിച്ച ഡ്രൈവർ എന്ന നിലവിൽ പോലീസ് സ്റ്റേഷനിലെത്തി ആൾമാറാട്ടം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ആൾമാറാട്ടം പുറത്തു വന്നത് മനുവിനെ ചോദ്യം ചെയ്തതാണ്. ആദ്യഘട്ടത്തിൽ പോലീസിന് പോലും സംശയങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷെ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഈ മനു തന്നെ ഇത് ആൾമാറാട്ടമാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിനും ഒപ്പം ഈ റാഷ് ഡ്രൈവിംഗിനും ഉൾപ്പെടെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. യഥാർത്ഥ പ്രതിയായിട്ടുള്ള ജോർജ് ആനിത്തോട്ടം നിലവിൽ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. അതേസമയത്ത് തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന റോസമ്മ ഉലഹന്നാൻ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. ചെല്ലകത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഇവരിപ്പോഴും ഉള്ളത്.